മഴ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നേക്ക് 3-ാമത്തെ ദിവസമായി. നമ്മളെ പടുതാക്കുളൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം കുറച്ച് തീറ്റ ഇട്ട് വെക്കാം, മീനുകളൊക്കെ അതിൽ ഉണ്ടോന്നൊന്നും അറിയില്ല. ഇന്നലെ രാത്രിയായിരുന്നു നല്ല മഴ. അതിൽ ഇന്നലെയൊക്കെ ഒരു വൈകുന്നേര സമയത്തൊക്കെ കുറെ താഴെയായിരുന്നു വെള്ളം. രാത്രി പെയ്ത മഴയിലാണ് ഇത്രയും വെള്ളം കൂടിയുള്ളത്. പക്ഷെ ഇനി 1/2 അടി മതി നമ്മളെ കുളം നിറയാന്. കുളം ആകെ വൃത്തികേടായിട്ടുണ്ട്. ഒരു മുള സൈഡിൽ നിന്ന് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കടച്ചക്കന്മാരുണ്ട്, അതിന് കടച്ചക്കൊക്കെ ഈ നെറ്റിൽ വീണ് കിടക്കുന്നുണ്ട്. മാവിന്റെ കമ്പ് വീണിട്ടുണ്ട്. നല്ല കാറ്റായിരുന്നു, കാറ്റുകൊണ്ട് എല്ലാം നെറ്റിൽ കുടുങ്ങി നിൽക്കുന്നതാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പക്ഷെ അതിനും പെട്ടെന്ന് ആദ്യം മീനൊക്കെ ഉണ്ടോ നോക്കണം. വരാലും തിലോപ്പിയ നമ്മൾ ചെയ്യുന്നത്. തിലോപ്പി അങ്ങനെ പോകില്ല, പക്ഷെ വരാലിനെ ശ്രദ്ധിക്കണം. വരാൽ പെട്ടെന്ന് ചാടിപ്പോവും. ഇത്രയൊക്കെ വെള്ളത്തിൽ എന്തായാലും വരാൽ ചാടും. നമ്മളെ കുളം നിൽക്കുന്ന തൊട്ട താഴത്ത് തന്നെ നമ്മൾ പുഴ. അപ്പം അത്ര ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ചാടി മീനുകൾക്ക് പെട്ടെന്ന് തന്നെ പുഴയിലെത്താം. അപ്പൊ ആദ്യം തീറ്റ ഇട്ട് കൊടുത്തു നോക്കാം, ഇതൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇന്നലെ തീറ്റ കൊടുത്തിട്ടില്ല. ഇന്നലെ ഫാമില് മറ്റേ അലങ്കാര മത്സ്യത്തിന്റെ കുളങ്ങളൊക്കെ വറ്റിക്കുന്ന പണിയിലായതുകൊണ്ട് തീറ്റ മീനുകളെ കാണുന്നുണ്ട്. തിലോപ്പി നല്ല വരുന്നുണ്ട്, വരാലിനെ കാണുന്നില്ല. തിലോപ്പികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. തിലോപ്പി എത്ര വെള്ളം വന്നാലും ചാടിപ്പോവില്ല. വരാലിനെ കാണുന്നില്ലല്ലോ. അതാ ചെറിയ വരാലിന് കുഞ്ഞുണ്ട്. അതാ ഇത് വരാല. വരാല അത്രയും വലുപ്പമായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചാടും തോന്നില്ല. എന്നാലും വരാലൊക്കെ പുതുവെള്ളം വന്നാൽ പെട്ടെന്ന് ചാടും. മഴയും കൂടെ പെയ്യുന്നതുകൊണ്ടാണ് ചാട്ടം കൂടുതൽ. പുതുമഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് വരാല് അനാബസ് ഒക്കെ നല്ല ചാടും. അപ്പൊ മീനുകളൊന്ന് നോക്കിയിട്ട് കുളം പെട്ടെന്ന് തന്നെ വറ്റിക്കണം. അതിനുവേണ്ടി ആദ്യം അത് തീറ്റ ഇട്ട് കൊടുക്കണം. നമുക്ക് മീനുകളെ ഏകദേശം അറിയാം, മുഴുവൻ മീനൊന്നും ഇതിലുണ്ടോ നമുക്ക് അറിയില്ല. എന്നാലും വരാലിനൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇത് തിലോപ്പിയാണ്, ഇടയ്ക്ക് വരാല് വരുള്ളൂ. തിലോപ്പികൾ കൂട്ടത്തോടെ വരുന്നോണ്ടാണ് വരാലിനെ കാണാത്തത്. ഒന്ന് നോക്കട്ടെ, അവിടെ ഇവിടെയൊക്കെ മീനുകളെ കാണുന്നുണ്ട്. വലിയ തിലോപ്പിയൊന്നും വന്നിട്ടില്ലല്ലോ. ഇത് വരാല. ഈ റേഞ്ചിലും ഇതിനോട് കുറച്ച് വലുതായിട്ടുള്ള വരാല ഉള്ളത്. വരാൽ അങ്ങനെ ഫീഡ് എടുക്കൂല, 1-2 ഫീഡ് എടുത്ത് പിന്നെ താഴെ പോകും. അങ്ങനെ ഇത് വരാലാണ്. ഇവർക്കൊക്കെ ഇതാ ചാടാൻ ഇനി അത്ര ഒന്നും ഹൈറ്റ് ഒന്നും വേണ്ട. അത്ര ഇവരെ കുഞ്ഞുങ്ങളായി കൊടുത്ത സമയത്ത് തന്നെ നല്ല ചാടിയിരുന്നു കുളത്തിലിട്ട സമയത്ത്. ഇനി എത്ര പോയി എന്നൊന്നും അറിയില്ല. നേരെ താഴോട്ട് പോയാൽ നേരെ പുഴയിലെത്തും. എന്തായാലും വരാലും ചത്തുപോയില്ല, നേരെ പുഴയിലെത്തും. നമ്മുടെ RHP മോട്ടോർ ഉപയോഗിച്ചൊന്നും കുളം വറ്റിക്കാൻ കഴിയില്ല, അത്രയും വെള്ളമായി. ഏകദേശം ഒരാൾക്ക് മേലെ വെള്ളമുണ്ട് ഇപ്പോൾ കുളത്തില്. 8 അടിയോളം ആഴമുണ്ട് നമ്മുടെ കുളത്തിന്. ഏകദേശം അത്ര വെള്ളമുണ്ട്. അപ്പൊ ഇനി വാൽവ് തുറന്ന് വേണം വറ്റിക്കാൻ. നമ്മുടെ വാൽവിന്റെ അടിഭാഗത്ത് കൊട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേനലിനൊക്കെ മീൻ പിടിച്ച സമയത്ത്, വേനൽ തന്നെയായിരുന്നു, പെട്ടെന്നല്ലേ ഇപ്പൊ മഴ വന്നത്. ഒരു 2 ആഴ്ച മുന്നെയാണ് മീൻ വിളവെടുത്തത്. അന്ന് നമ്മൾ വലിയ തിലോപ്പികളൊക്കെ പിടിച്ചിരുന്നു. ഇവിടെയൊക്കെ നെറ്റിന് ഗ്യാപ്പ് ഉണ്ട്. വരാലൊക്കെ ചാടി കഴിഞ്ഞാൽ, പിന്നെ ഈ ചെറിയ വരാലായതുകൊണ്ട് ഇത് വലിയ കണ്ണിയാണ്, 1.5 കണ്ണിയാണ്, 2 വിരൽ കണ്ണിയാണിത്. അപ്പൊ അതെന്തായാലും മീൻ ചാടിപ്പോവും. ഇതുപോലെ അരക്കണ്ണിയൊക്കെ ആയാൽ മീൻ അങ്ങനെ ചാടില്ലായിരുന്നു. അത് നമ്മൾ കീറിയ ഭാഗത്ത് മാത്രമേ അരക്കണ്ണിയുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ 2 വിരലിന്റെ കണ്ണിയാണ് ഇട്ടിട്ടുള്ളത് നെറ്റ്. അപ്പം അത് കമ്പുകൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അതൊന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം നെറ്റ് തട്ടി ഇതൊക്കെ എടുക്കണം. നമ്മൾ വരാൽ അത്രയൊന്നും പോയിട്ടൊന്നുമില്ല. ഒരു മീഡിയം വരാലായതുകൊണ്ടായിരിക്കും, ചെറുതൊക്കെ ആയതുകൊണ്ട്. ഇതാ ഇവിടെയൊക്കെ വരാലുണ്ട്. ഒന്ന് ചാടിയിട്ടില്ല. നമ്മൾ സ്ഥിരം കാണുന്ന വരാലിനൊക്കെ കാണുന്നുണ്ട്. ചെറുതും ഒരു മീഡിയം വലുപ്പമായിട്ടുള്ളൊക്കെ ഉണ്ട്. അത് അധികം വലുപ്പം വെക്കാത്തതുകൊണ്ട്. വലിയ വരാലാണ് എപ്പോഴും ചാടിപ്പോകും. കഴിഞ്ഞ വർഷമൊക്കെ വരാൽ കൃഷി ചെയ്യുന്ന സമയത്ത് അത് അവിടെ കാണുക, വലിയ വരാൽ പറഞ്ഞ ശേഷം അത്ര വലുപ്പമുണ്ട്. ഞാൻ എടുത്തു തന്ന താന്നു, അതാണോ അപ്പം മോളാ അങ്ങനെ ചാടി നോക്കുന്നുണ്ട്. അതിപ്പോ ഫീഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെ വരാലാണ് ഉണ്ട്. അപ്പൊ ഏകദേശം സമാധാനമാണ്. അവരൊക്കെ ഇടയ്ക്ക് കാണുന്ന വരാലാണ്. അതൊക്കെ നമ്മൾ ഇട്ടയിൽ പറ്റും വലിയ വരാലായിട്ടുള്ളതാണ് അത്. പിന്നെ അതിന്റെ ചെറുതും പിന്നെ നല്ല ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പം കുറച്ചൊക്കെ മീനുകൾ എന്തായാലും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുക. ഇനി ചിലത് പോവും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വരാലും അനാബസൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വെള്ളം നിറയാൻ പാടില്ല. ഇതിപ്പോ ഞങ്ങൾ പെട്ടെന്നുള്ള മഴയും പിന്നെ ഒരു സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ മാറ്റാനും ഒന്നിനും വെള്ളം കുറയ്ക്കാനും ഇതൊന്നും സമയം കിട്ടിയില്ല. ഇത് നമ്മുടെ പുഴ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ കാണുന്നതാണ് പുഴ. ഇന്നലെ വെള്ളം ഏകദേശം ഈ മുളയുടെ അടിഭാഗം വരെ വന്നിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് വെള്ളം താന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ശരിക്കും ചാടി കഴിഞ്ഞാൽ നേരെ പുഴയിലെത്തും മീൻ. അതിലെ പോയാൽ നേരെ പുഴയിലെത്തും. നമ്മൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുള്ളതും പുഴയുടെ ഈ സൈഡിലോട്ടാണ്. വാൽവ് കാണിച്ചു തരാം. ഒരു മുള വീണ് കിടക്കുകയാണ് ഇങ്ങോട്ട്. ശരി, ഇവിടെയാണ് നമ്മൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ തിണ്ടിടിച്ച് മണ്ണിന്റെ അടിയിലൂടെ 2 ഇഞ്ച് പൈപ്പ് കുളത്തിൽ നിന്ന് ഇറക്കിയാണ്. ഇത് കുളത്തിന്റെ സെന്റർ ഭാഗത്താണ് ഇതിന്റെ ഒരു ഭാഗം ഉള്ളത്. അവിടെ നമ്മൾ ബെൻഡ് ഇട്ട് വെച്ചിട്ട് അവിടെ വെള്ളം വരാനുള്ള വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ, ഉള്ളിലെ വാൽവ് തുറക്കണ്ട, ഇവിടെ വാൽവ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം അതിലൂടെ ഇവിടെ ചാടും. അപ്പൊ ഇവിടെ കുത്തനെ ചാടുന്നതുകൊണ്ട് ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് പൈപ്പ് പുഴയിൽ ചാടുന്ന രീതിക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ചാടി ഇവിടെ മണ്ണിടിയും.
നല്ല ഫോഴ്സിലെ വെള്ളം വരിക. ഇതൊക്കെ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് വറ്റിക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ വാൽവിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അന്ന് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതാ. ഇതാണ് ഈ 2 ഇഞ്ച് പൈപ്പാണ് ആ 2.5 ഇഞ്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ കുളത്തിന്റെ സെന്ററിൽ വെച്ചിട്ടുള്ള. അപ്പൊ ഇതിലിങ്ങനെ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഹോളാണ്. അപ്പൊ ഈ ഹോളിലൂടെ ഒക്കെ നമ്മൾ വെള്ളം തിരിച്ചു വിടുന്ന സമയത്ത് ഇലകളൊക്കെ കുളത്തിൽ കുറെ വീണിട്ടുണ്ട്, അത് വന്ന് അടഞ്ഞു പോകും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വെള്ളം കുറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞ ആഴ്ച ഇത് എടുത്തിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊട്ട കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കൊട്ടയ്ക്ക് കുറച്ച് വലിയ ഹോൾ ആയതുകൊണ്ട് ഇനി മീനുകളൊന്നും കയറില്ല, പക്ഷെ ചെറിയ തിലോപ്പി കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കയറും. അപ്പൊ അതുകൊണ്ട് ആ കൊട്ട വെച്ചാൽ പെട്ടെന്ന് വെള്ളം പറ്റും. മഴക്കാലത്തൊക്കെ വറ്റിക്കാൻ കുറച്ച് സ്പീഡിൽ വറ്റിക്കണം. നമ്മൾ വിളവെടുപ്പ് സമയത്ത് വറ്റിക്കുന്ന പോലെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് വറ്റി തീർന്നാൽ പോരാ. ഇന്ന് തന്നെ ഏകദേശം നല്ല ഒരു 4-5 അടിയോളം 6 അടിയോളം വെള്ളം താഴ്ത്തണം, എന്നാൽ മാത്രം മഴ പെയ്ത് വീണ്ടും വെള്ളമാവും. എന്നാൽ മാത്രമേ ഇതുപോലെ ചാടാതൊക്കെ നിൽക്കുള്ളൂ. ഇത് മാറ്റിയിട്ടുണ്ട് നമ്മളെന്തായാലും. ഇനി ആ വലിയ 4 ഇഞ്ച് പൈപ്പ് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വാൽവ് തുറക്കണം. ഫീഡ് ആദ്യം ഇട്ട് കൊടുത്തു, വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫീഡ് എടുക്കൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം കുറച്ചുകൂടെ തീറ്റ ഇട്ട് കൊടുക്കാണ്ട് ആ തീറ്റ ഇട്ട് കൊടുത്തിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ വാൽവ് തുറക്കും. മറ്റേ വെള്ളം താഴ്ന്ന ലെവൽ കണ്ടു കഴിഞ്ഞാൽ മീനുകൾക്ക് വെള്ളത്തിൽ എന്തെങ്കിലും അനക്കം സംഭവിച്ച പിന്നെ മീനുകൾ തീറ്റ എടുക്കില്ല, അപ്പൊ തീറ്റ വേസ്റ്റ് ആവും. ആ സൈഡിലൊക്കെ വരാലുകൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. വരാൽ ഫീഡ് കിട്ടിയപ്പോൾ വന്നു. ആദ്യമൊന്നും വരാലൊന്നും കണ്ടില്ല. ഫസ്റ്റ് രാവിലെ വന്ന സമയത്ത് ഒരു മീനും കാണുന്നില്ലായിരുന്നു. തിലോപ്പി വലിയ വരാൽ വന്നിട്ടുണ്ട്. ആരും നിൽക്കുന്നൊക്കെ നമുക്കിപ്പോൾ കിട്ടിയതിലുള്ള ഏറ്റവും വലിയ സൈസായ വരാലുകളാണ്. അതാ ചാടി നോക്കുന്നുണ്ട് വരാല്. ആദ്യം കുറച്ചുകൂടെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് പറ്റിക്കുകയാണ്. അപ്പൊ ആദ്യം ബാക്കിയുള്ള തീറ്റ ഇട്ട് കൊടുക്കാം. അതാ നിൽക്കുന്നതാണ് നമ്മളെ ഇപ്പൊ ഉള്ളതിലൊക്കെ വലിയ വരാല്, ബാക്കിയൊക്കെ അതിൽ ചെറിയ വരാലുകളാണ്. തീറ്റ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം തീർത്തിട്ട് നമുക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. ആ 4 ഇഞ്ച് പൈപ്പൊക്കെ ഒന്ന് കുറ്റി അടിച്ച് നിർത്തണം, പെട്ടെന്ന് ഇറക്കായതുകൊണ്ട് ഊരിപ്പോകും പൈപ്പ്. അപ്പോൾ സെറ്റാക്കി വെക്കാണ്ട് ഫീഡ് മൊത്തം തീർന്നു കഴിഞ്ഞാൽ ഇവരങ്ങനെ കഴിച്ചോളും. ഇത് മുഴുവനായിട്ട് കഴിച്ചിട്ടേ നമ്മൾ വാൽവ് തിരിക്കുള്ളൂ, അല്ലാതെ കുറച്ച് വെള്ളത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അവർ തീറ്റ കഴിക്കില്ല. അപ്പം തീറ്റ കഴിച്ചോട്ടെ. അപ്പൊ എല്ലാവരും കാണുന്നുണ്ട്, അത്യാവശ്യം വരാൽ കാണുന്നുണ്ട്. പോയത് പോകും എന്തായാലും. ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേത് ടൈം എടുത്ത് അറിയുമ്പോൾ ഞങ്ങൾ കുളമൊക്കെ ആദ്യം വറ്റിച്ച് വെക്കാറുണ്ട്. ഇത് പെട്ടെന്നല്ല, ഇപ്പൊ 2 ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസം മഴ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മത്സ്യകൃഷി ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് കാലാവസ്ഥയിലൊക്കെ വന്ന മാറ്റങ്ങളിലൊന്ന് പെട്ടെന്ന് വെള്ളം വരും, വെള്ളം നിറയൊക്കെ ചെയ്യും. അപ്പൊ ഞാനും അനിയനും കൂടെ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് പോയിട്ട്. ഞങ്ങളൊരു ഹാമറും അതുപോലെ നെറ്റ് ഉണ്ട്. ഈ നെറ്റ് നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പിന്റെ എൻഡിൽ വെച്ച് കൊടുക്കും. ചെറിയ മീൻ കുഞ്ഞുങ്ങൾ, ഒരുവിധം മീഡിയം മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കൊടുങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തങ്ങി നിൽക്കാനാണ് ഈ 4 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ അവിടെ കൊണ്ട് സെറ്റാക്കി വെക്കണം. അത് പൊട്ടും അവിടെ സെന്റർ പിടിക്കണം. ഇവിടെ പിടിച്ചില്ല, ഇതൊരു പൊട്ടിയ പൈപ്പാണ്. അപ്പൊ അതിന്റെ സെന്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ട്. അപ്പൊ ലെവലിൽ പിടിച്ചില്ലെങ്കിൽ അവിടെ മടങ്ങും. ഇത് നമ്മൾ പുഴയൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴിയാ. ഇന്നലെ ഏകദേശം വെള്ളം പനിയെ നിൽക്കുന്ന ആ ഭാഗത്തായിരുന്നു. ആ മുള കിടക്കുന്ന അവിടെ വരെ രാത്രി വെള്ളമായിരുന്നു. ഇതൊക്കെ ഇവിടം വരെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഏകദേശം മഴ കുറഞ്ഞു വലിഞ്ഞു. എന്നാലും ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ട് നല്ല മഴ ഉണ്ട്. അങ്ങോട്ട് കയറി പോകുന്നിടത്തൊക്കെ കമ്പ. ഇത് ലെവലിൽ ആദ്യം പൈപ്പ് കൊടുത്താട്ടോ, എന്നിട്ട് ഇതിന്റെ ആയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ, ഭയങ്കര വഴുക്കലപ്പം. ഈ മുളയുള്ളതുകൊണ്ട് ഒരു പിടുത്തുണ്ട്, ചെരിഞ്ഞു വീണാൽ. ആ പൈപ്പ് തന്നെ കൊടുത്ത ഇതാ 2 ഇഞ്ചിന്റെ നമ്മൾ വാൽവ് നിൽക്കുന്ന സ്ഥലം. ഇതാ 2 ഇഞ്ച് പൈപ്പിൽ വന്നിട്ട് ഇവിടെയാണ് വാൽവ് വെക്കുന്നത്. അപ്പൊ ഇതിലോട്ട് ഈ പൈപ്പിന് കയറ്റി വെക്കണം. കുറച്ചുകൂടെ നമ്മൾ ആ കമ്പ് എടുത്തിട്ട് അടിക്കാനുള്ള അവിടെ നിൽക്കുക. അവിടെ പിടി, അവിടെ വെച്ചോ അവിടെ പിടി. ഇതാ കമ്പ് അവിടെ ഉണ്ട്. ആ സൈഡിലുള്ള കമ്പ് വെച്ചോടുത്തിട്ടുണ്ടല്ലേ, എന്നാലും മാറ്റിയിട്ടാ. അതന്നെ കിട്ടിയ കമ്പ്. ഏകദേശം നമ്മള് ഈ പൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ തടഞ്ഞു നിൽക്കാനായിട്ട് അവിടെ ഒരു കുറ്റി അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ പൈപ്പ് ഊർന്നു പോകും. വെള്ളം വരുന്ന സമയത്ത് പൈപ്പ് ഊരിപ്പോവും. ഇവിടെ നല്ല കുത്തനെ ഇറക്കാം. പറ്റുമോ? ആ കമ്പ് പറ്റുമോ? കുറച്ചുകൂടെ ഉറപ്പുള്ള നിൽക്കുവോ? സെറ്റായില്ലേ? ആ വലയൊന്ന് കുറച്ച് വലിച്ചു കൊടുക്കട്ടെ. മീൻ കുഞ്ഞുങ്ങൾ വന്നാൽ ഉള്ളിൽ കുടുങ്ങി പോകാൻ പുറത്തോട്ട് പോരുത്. ഇവിടെ കുറച്ച് പൊന്തിച്ചും വെക്ക്. അങ്ങനെ വെച്ചു റെഡിയല്ലേ? ഇനി വാൽവ് തിരിച്ചു കൊടുക്കുകയാണ്. അല്ല, അതിന് മുന്നേ മീനൊന്ന് തീറ്റ എടുത്ത് കഴിഞ്ഞാൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഫീഡ് ഇതാവില്ല. ഇപ്പൊ മീനൊക്കെ ഏകദേശം തീറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെന്ന് നോക്കിയത് എന്താ വെച്ചാൽ പിന്നെ തീറ്റ എടുക്കൂല. നമ്മൾ വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞ ഒരു തീറ്റ എടുക്കൂല. അപ്പം ഇതിന് തിരിച്ചു കൊടുക്കാണ്. തിരിച്ചുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ലീക്ക് ഉണ്ട് കേട്ടോ, കുറച്ച് തള്ളണം, മുകളിലോട്ട് കുറച്ച് തള്ളിക്കണം.
വെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട്. അടിഭാഗത്തുനിന്ന് വെള്ളം വരുന്നതാണ് അത്ര കലങ്ങി വരുന്നത്. ഇവരെ അമോണിയ ഇവരെ കാഷ്ടൊക്കെ കലങ്ങി വരുന്നതുകൊണ്ടാണ് അടിഭാഗം തന്നെ കിട്ടിയതുകൊണ്ടാണ് കലങ്ങിയ വെള്ളം വരുന്നത്. കുറച്ച് മുകളിലോട്ട് തള്ളി വെക്കണടാ, ഇവിടെ ലൂസ് ഉണ്ട്, വെള്ളം ഇവിടെ പോകുന്നത്. ഇപ്പൊ തെളിഞ്ഞ വെള്ളം കുറച്ചുകൂടെ തള്ളി. ആ നെറ്റ് കറക്റ്റ് ആയിട്ട് കയറുന്നില്ല, വെള്ളം ചാടുന്നില്ല, നെറ്റിന്റെ ഉള്ളിലല്ലേ. അത് വലിച്ചു വെക്കട്ടെ, മീൻ കുഞ്ഞുങ്ങൾ വന്നാൽ ഇനി എന്തെങ്കിലും ഉള്ളിലോട്ട് പോകാം. ബാക്ക് സൈഡ് വലിച്ച് നീട്ടി വെച്ചായി, ആ ഒഴുക്കി ഇങ്ങനെ വെച്ചാൽ നമ്മൾ കുത്തുവലയൊക്കെ വെക്കുന്ന പോലെ കയറിയ മീൻ ഇറങ്ങി പോകാൻ. അതിന് ജസ്റ്റ് ഇവിടെ ഒരു കയറിട്ട് കെട്ടണം. ഇവിടെ നമ്മളെ പൈപ്പ് പൊട്ടിയൊരു ഭാഗമുണ്ട്, അവിടെ ഒടിഞ്ഞു പോകാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ വെള്ളം വറ്റിക്കുന്നത്. ആദ്യം വന്നത് പൈപ്പിലുണ്ടായിരുന്ന ആദ്യം വേനലിൽ നമ്മൾ വറ്റിച്ച സമയത്ത് 2 ആഴ്ച മുന്നേ ഒക്കെ വറ്റിച്ച സമയത്തുള്ള അവരെ കാഷ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ നല്ല തെളിഞ്ഞ വെള്ളം തന്നെ ആയിട്ടുണ്ട്. ഇത്ര ഫോഴ്സിൽ വരുന്നത് കൊട്ട വെച്ചു കൊടുത്തോണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആദ്യം കാണിച്ച പൈപ്പിലൂടെ വരികയാണെങ്കിൽ അത്ര ഫോഴ്സ് ഉണ്ടാവില്ല. പിന്നെ ആ പൈപ്പിന് ചുറ്റും ഞങ്ങൾ നെറ്റും കൂടെ കെട്ടിയിരുന്നു, അപ്പൊ തീരെ ഫോഴ്സ് ഉണ്ടാവില്ല, വലിയ ഇലകളൊക്കെ പോയിട്ട് തങ്ങി വെക്കും. ഇപ്പൊ തന്നെ കൊട്ടയ്ക്ക് ഇലകൾ പോയാലും കൊട്ട അത്രയും വലിപ്പമുള്ളത് കൊണ്ടും പിന്നെ കുറച്ച് കൊട്ടയുടെ കണ്ണി വലിപ്പമുണ്ട്, അതിലുള്ള ഹോളുകൾ, അതുകൊണ്ടാണ് ഇത്ര ഫോഴ്സിൽ വരുന്നത്. ഇങ്ങനെ പോയാലും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വെള്ളം കുറഞ്ഞു കിട്ടും. ഞാൻ ഈ താഴേക്ക് ഇറങ്ങി വരിക, നല്ല ഇറക്കാണ് ഇവിടെ. ഇതാ ഇപ്പൊ ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ട്. ചെറിയ മീനൊക്കെ വന്നാൽ എന്തായാലും നെറ്റി കൊടുങ്ങും. പിന്നെ ഇതിലും ചെറുതൊക്കെയാണ് പുറത്തെ തിലോപ്പി അത്ര ബ്രീഡായിട്ടില്ല. ഇപ്പൊ ബ്രീഡാകുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വരാൽ കഴിക്കും. ചെറിയ കുഞ്ഞുങ്ങളൊന്നും അതിൽ ഉണ്ടാവില്ല. പിന്നെ ഇവരൊക്കെ വെള്ളത്തിന്റെ മുകൾ തട്ടിൽ നിൽക്കുന്ന മീനുകളായതുകൊണ്ട് ഏറ്റവും അടിഭാഗത്ത് അങ്ങനെ പോയി നിൽക്കൂല, വെള്ളം വലിയുന്ന സമയത്തൊക്കെ താഴേക്ക് പോകുള്ളൂ. ഈ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെ പടുതാക്കുളൊക്കെ ചെയ്യുന്നവർ അടുത്ത് പുഴ അതുപോലെ തന്നെ വയലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കുളത്തിന്റെ അടുത്ത് വയലോ പുഴയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുളം നിറഞ്ഞ മീനുകളൊക്കെ ചാടിപ്പോവും. പ്രത്യേകിച്ച് അനാബസ് വരാലൊക്കെ വളർത്തുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും ഇതുവരെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മഴ തുടങ്ങിപ്പോയി പ്രാവശ്യം നേരത്തെയായി. കുളങ്ങളൊക്കെ പെട്ടെന്ന് വെള്ളം കുറയ്ക്കുക, മോട്ടോർ ഉപയോഗിച്ചോ ഇതുപോലെ വാൽവ് സംവിധാനം ഉപയോഗിച്ചോ ചെയ്യുക. ഇത് നമുക്ക് ചെലവില്ലാത്ത രീതിയാണ്. മറ്റേ മോട്ടറൊക്കെ ചെയ്ത് വറ്റിക്കണമെങ്കിൽ അത്രയും നമുക്ക് കറണ്ട് വേണം. ഒന്നും ഇപ്പൊ കറണ്ട് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാണ് മഴയും കാറ്റൊക്കെ ആയിട്ട്, അപ്പൊ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അധികം എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംവിധാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ കുളമുള്ളവരൊക്കെ ഇതുപോലെ വെള്ളത്തിന്റെ അളവ് കുറച്ച് മീനുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. എല്ലാം ചാടിപ്പോകും, നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. മത്സ്യകൃഷിയിലൊക്കെ ഇതുപോലെ ചാടിപ്പോയൊക്കെ നമ്മൾ നല്ല നഷ്ടം വരും. നമ്മൾ അത്രയും തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ കുളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിക്കാൻ നോക്കുക.